ഹലോ ഗൈസ്, അരുണേട്ടൻ്റെ മതിൽ കണ്ടിട്ട് ആരൊന്നും വിചാരിക്കരുത് ഇത് ഏത് വീടിൻ്റെയും മതിലല്ല. ഇത് നമ്മളെ കണ്ടത്തിൻ്റെ മതിലാണ്. കണ്ടത്തിൻ്റെ മതിലിൻ്റെ ഉള്ളിലേക്ക് ഏട്ടൻ കയറി. മതിൽ കയറിയിട്ട് തന്നെയാണ് കയറിയത്. പക്ഷേ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് കയറാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. വെറുതെ പറയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരു ചെറിയ സങ്കടം ഉണ്ടായി. നമ്മളെ വാഴയൊന്ന് ചെരിഞ്ഞിട്ടുണ്ടെന്ന് സുധാരേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ കണ്ടത്തിലേക്ക് പോയത് തന്നെ. വീട്ടിലും ഫുള്ളും കാട് മൂടിയിട്ടായില്ല. ഇത് മഴയായതുകൊണ്ട് ആരും വന്ന് നോക്കുന്നില്ല. അച്ഛനും ഏട്ടനും മരക്കൊമ്പ് കൊത്താനായിട്ട് മാമൻ്റെ വളപ്പ് പോയിട്ടുണ്ട്. എന്നെ ഇവിടെ വാഴയ്ക്ക് കാവലാക്കി. ഈടെ നിങ്ങൾക്ക് ഫുള്ളും പുല്ലെല്ലോ ആണ്. എനിക്ക് നല്ല പേടിയുണ്ട് ഗൈസ്, ഈടെ വല്ല പാമ്പും ഉണ്ടാവുമോന്ന്. ആടേത് അപ്പുറത്ത് ഒരു പശുവിനെയും കെട്ടിയിട്ടുണ്ട്. നമ്മളിതാ കൊല കൊത്തിക്കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് അർബാനെല്ലാം എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അർബാൻ അങ്ങ് ദൂരെ വെച്ചിന്. ഈ കൊല ശരിക്കും മൂത്തതല്ലേ ഗൈസ്, നിങ്ങൾ നോക്കൂ. എനിക്ക് തോന്നുന്നത് ഇത് നല്ലോണം മൂത്തുന്ന്. പക്ഷെ അച്ഛനും ഏട്ടനും പറയുന്നത് ഇനിയും വേണത്രേ കുറച്ച് ദിവസങ്ങളെന്ന്. ഈ കൊല കാണുമ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? ഇത് മൂത്തിട്ടില്ലേ? അച്ഛനും ഏട്ടനും ഇതാ വരുന്നുണ്ട്. രണ്ടാളും ഒത്തിരി താങ്ങി പിടിച്ചിട്ടാണ് വരുന്നത്. കാണുമ്പോൾ നല്ല വെയിറ്റിലെ മരത്തടി തന്നെയാണെന്ന് തോന്നുന്നു. അക്കേഷ്യയുടെ മരക്കൊമ്പാണിത്. ഇവരിത് എന്നാക്കാനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് കൊലയും കൊത്തിയിട്ട് വീട്ടിൽ പോവാമെന്ന് വിചാരിച്ചതാ. എനിക്ക് നല്ല പഴംപൊരി ആക്കാലോ അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഇതാ ഇവർ ഇപ്പോഴൊന്നും ഈ കൊല എനിക്ക് തരും തോന്നുന്നില്ല. അച്ഛനതാ പിന്നെയും ഏട്ടനെ വിട്ടിട്ടുണ്ട്, ഒരു കമ്പും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട്. ഏട്ടൻ പോകുമ്പോൾ ഇതാ അച്ഛനും വയ്യേ പോയിട്ടുണ്ട്. ഈടെയാണെങ്കിൽ ഫുള്ള് മുള്ളും ഉണ്ട്. ഇതാണ് തൊട്ടാവാടി. ഇവരിതാ പോകുമ്പോഴെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. എന്നെയാണെങ്കിൽ വാഴയ്ക്ക് കാവലും ആക്കിയിട്ട് ഇതാ വരുതലായി. ഇതാണെങ്കിൽ ചെറിയ വടിയും. ഇനിയിലും കൊണ്ട് എന്നാ ചെയ്യാനാണെന്ന് എനക്കൊന്നും അറിയുന്നില്ല. ഈ കൊമ്പെല്ലാം കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാണെങ്കിൽ നേരിയ കൊമ്പും. അച്ഛനിതാ വാഴയുടെ ഇലയിലും കൊത്തി കളയുന്നുണ്ട്. ഇതെന്തിനാ കൊത്തുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിലും വെയിറ്റ് കാരണം കൊത്തുന്നതാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഏട്ടനിതാ മതിൽമേലും കയറിയിട്ട് വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇതാ നിൽക്കുന്നതാണ് ഞാൻ. അടനാണെങ്കിൽ വെയിൽ കൊണ്ട് വേർത്തൊലിച്ച് പണിയൊന്നും എടുത്തിട്ടൊന്നുമല്ല, വെറുതെ നിന്ന് വേർത്തതാണ്. ഏട്ടനാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതിലും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഏട്ടനും ശരിക്കും ഐഡിയ ഒന്നും ഇല്ലാന്ന്. അച്ഛൻ്റെ ഐഡിയ മാത്രമാണെന്ന് തോന്നുന്നു. ഇതാ മതിലിൻ്റെ അപ്പുറം വെക്കുന്നു, മതിലിൻ്റെ ഇപ്പുറം വെക്കുന്നു. ഇതുവരെയ്ക്ക് തന്നെ സ്ഥിരതയില്ല ഇതെന്നാ ചെയ്യേണ്ടതെന്ന്. എന്തായാലും നമുക്ക് നോക്കി കാണാം. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് അക്കേഷ്യ ഉണ്ടായത് അത് കൊത്തിക്കളഞ്ഞ്. അക്കേഷ്യ ഫുള്ള് മുളച്ചാൽ പിന്നെ ആടെ മൊത്തം അക്കേഷ്യ ആയിരിക്കുമല്ല, അതുകൊണ്ടായിരിക്കും അത് കളഞ്ഞിട്ടുണ്ടാവല്ലേ. അച്ഛൻ എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആടെ തന്നെ കയറുണ്ട് പറഞ്ഞിട്ട് ഏട്ടനത് എടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഏട്ടനത് എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ അത് ആവുന്നത് പോലെ അച്ഛനും നോക്കുന്നുണ്ട്. ഏട്ടൻ വരുമ്പോഴത്തേക്ക് അച്ഛൻ്റേതായിട്ടുള്ള ഐഡിയാസ് എല്ലാം വരുത്തുന്നുണ്ട്. ഇപ്പോഴെനിക്ക് ഏകദേശം മനസ്സിലായി. ഇത് രണ്ടും ക്രോസിൽ വെച്ചിട്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വാഴ വെക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതന്നെ ആവണം. ഏട്ടനിത കയറെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഏട്ടനിത കയറ് കെട്ടല്ലോ ആയി. നല്ല വെയിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു കുട കൈമ പിടിക്കാനായിരുന്നു എന്ന്. അവർ പണിയെടുക്കുന്നത് അവർക്കത് വെയിലിൻ്റെ ഒന്നും ഏശുന്നില്ല. ഞാൻ വെറുതെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല വെയിലായി തോന്നുന്നുണ്ട്. ഏട്ടൻ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ചുറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോഴേ തീരുവോ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അവിടെ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്, വല്ല പാമ്പും വരുമോ എന്നുള്ളത്. അതിനിടയ്ക്കത്തെ അച്ഛൻ വാഴയില വേറെയും ഒന്ന് കൊത്തി കളഞ്ഞിട്ടുണ്ടേ. ഏട്ടനിത് കെട്ടി ടൈറ്റാക്കി. അച്ഛനിതാ നിലത്തത് ഉറപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഏട്ടനിത് ഏകദേശം കെട്ടി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലെടുത്ത് വെക്കലും വേണ്ടു. കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല ഈസി ആയിരിക്കുന്നു. പക്ഷേ ഏട്ടൻ എടുക്കുന്ന കാണുമ്പോൾ മനസ്സിലായത് നല്ല വെയിറ്റ് ഉണ്ട്. ഒറ്റയ്ക്ക് അത് പൊക്കൽ ഭയങ്കര റിസ്ക് ആയിരുന്നു. ഏട്ടനിതാ വാഴ പൊക്കാൻ പോലായി. വെറുതെ പൊക്കുന്ന സമയത്ത് ഏട്ടനെ കളിയാക്കി മഹേന്ദ്ര ബാഹുബലി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏട്ടൻ്റെ ആ സാഹസം കാണുമ്പോൾ പേടിയാവുന്നു. നടുന്നായിട്ട് ഉളുക്കുമെന്നില്ല, പേടി നല്ലോണം ഉണ്ട്. ഏട്ടനോട് സൂക്ഷിക്കാനൊക്കെ പറഞ്ഞ്. പക്ഷേ അതിൻ്റെ മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഏട്ടൻ ആവുന്നുണ്ടായിട്ടില്ല. അച്ഛനോട് കുറച്ച് താക്കാനെല്ലാം പറഞ്ഞു. അച്ഛൻ അങ്ങനെ ഫിക്സ് ചെയ്തതെല്ലാം എടുത്ത് മാറ്റി കുറച്ച് താത്തു. പക്ഷേ ആ വടി രണ്ടും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാൻ അച്ഛന് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു, ഞാൻ വരണോ ചോദിച്ചു. അങ്ങനെ ഞാനും പോയി. അതാണ് ആ വാഴ അതിൻ്റെ മുകളിൽ കയറുന്ന വീഡിയോ കിട്ടായിനി. അങ്ങനെ നമ്മൾ വാഴ അതിൻ്റെ മുകളിലെല്ലാം ഫിക്സാക്കി വെച്ചു. ലാസ്റ്റ് അടിയിലും ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വാഴയും അവിടെ വെച്ചു. ഈ വാഴ ഇപ്പോഴൊന്നും ഈ കൊല എനിക്ക് ഇപ്പോഴൊന്നും ഇവർ തരും തോന്നുന്നില്ല. എന്തായാലും എപ്പോഴായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അങ്ങനെ എൻ്റെ പഴംപൊരിയും പോയി. ഇത് പഴുത്തിട്ട് വേണം ഒരു പഴംപൊരിയാക്കി തിന്നാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം സെറ്റ് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അച്ഛനതാ എന്നാലും വരുന്നില്ല. ആടിലെ
കാടെല്ലാം കൊത്തി വെട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ നിൽക്കുന്നത്. അതാ കത്തി മേടിച്ചു മാമ ഇതെന്ന് പറഞ്ഞിട്ട് അരുണേട്ടന് ഇതാ കത്തി മേടിച്ചിട്ടുണ്ട്. ഇനി നേരെ പോയത് ഒരു 3-4 കൂമ്പ് ബാക്കിയായിട്ടുണ്ട്. ആ കൂമ്പ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഫുള്ള് കാട് മൂടിയിട്ടായുള്ളത്. വാഴയുടെ ഇടയ്ക്കലേ പോകാനും പറ്റില്ല. വാഴയാറ്റം താണു പോയിട്ട് വീണിട്ടുണ്ടെങ്കിലോ എന്നുള്ള പേടി കാരണം വാഴയുടെ ഉള്ളിലേക്കൂടെ പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മതിൽ ചാടിയിട്ടാണ് അരുണേട്ടൻ പോയത്. അങ്ങനെ ആടെ ഉണ്ടായിട്ടില്ല. 3 കൂമ്പും ഏട്ടൻ പറിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വരാനും മതിൽ ചാടിയിട്ട് തന്നെയാണ് വന്നത്. അച്ഛനിതാ എല്ലാം വാങ്ങുന്നുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിന്ന്. അതിനും വലിയൊരു രസം. ഏട്ടനിതാ പിന്നെയും വേറൊരു കൂമ്പുണ്ട്, അത് പറിക്കാനായിട്ടാണ് പോകുന്നത്. പക്ഷേ എത്തുമെന്ന് വിചാരിച്ചിന് കയ്യെത്തുന്ന ദൂരത്തിലായിരുന്നില്ല, അത് കുറച്ചും കൂടെ അകലത്തിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുമ്പോൾ ഇത് ഏട്ടൻ്റെ മനസ്സിൽ തന്നെ നല്ലൊരു ഐഡിയ വന്നിട്ടുണ്ട്. എന്നാണെന്ന് അറിയണ്ടേ, അത് വേറെ ഒന്നുമല്ല, ഇതിനും വേറൊരു കമ്പ് കെട്ടിയിട്ട് വലിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. കയറിന് പേടിക്കൊന്നും വേണ്ട, അച്ഛൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലതുകൊണ്ട് കയറും കിട്ടി. ഏട്ടനിതാ വെറുതെ എത്തുമോ നോക്കുന്നുണ്ട്. എത്തൂല എന്നറിയാം, എന്നാലും വെറുതെ നോക്കിയായിന്ന്. അങ്ങനെ ആ കമ്പിന് കത്തി കെട്ടാൻ തുടങ്ങി. കുറേ ചുറ്റുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ കയറ് കെട്ടി കഴിഞ്ഞ് ഇനി ഒരിക്കൽ വലിക്കലും വേണ്ടു. അപ്പോഴതാ കത്തി കഴിഞ്ഞ്. ഏട്ടന് ശരിക്കും കെട്ടാൻ അറിയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അച്ഛനിതാ വേറെയും കയറെടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് അച്ഛൻ വേറൊരു വലിയ വടിയെടുത്തിട്ട് അച്ഛൻ തന്നെ കെട്ടാൻ തുടങ്ങി. ഏട്ടൻ തോറ്റ് പിന്മാറിയിരിക്കുന്നു. അങ്ങനെ അച്ഛൻ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടൻ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ കെട്ടിക്കഴിഞ്ഞു. ഇനി ഇത് കൊണ്ട് ആ കൂമ്പ് കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അരുണേട്ടൻ ഇതാ കൊക്ക കൊടുത്തിട്ടുണ്ട്. ഇതിനെ കൊണ്ട് ഏട്ടൻ ഒറ്റ വലി ദാ വീഴുന്നു നമ്മളെ കൂമ്പ്. അയ്യവാ സൂപ്പർ. ഇനി അതെടുക്കൽ മതിൽ ചാടിയിട്ട് തന്നെ എടുക്കാനും പോകണം. അങ്ങനെ ആ കൂമ്പും നമ്മളെ കൈമ കിട്ടിയിട്ടുണ്ട്. ഏട്ടനിതാ മതിൽ തിരിച്ച് ചാടാൻ പോകുന്നുണ്ട്. ഇതാ മതിൽ തിരിച്ചു ഇങ്ങോട്ടേക്ക് ചാടി. നേരെ അപ്പുറത്തെ ഗേറ്റിൽ വന്നാൽ പോരെ. ഈ ഏട്ടൻ എന്തിനാ മതിൽ ചാടുന്നത്? ചാടട്ടെ, വേറെ പണിയൊന്നുമില്ലല്ലോ, ചാടിക്കൊണ്ടിരിക്കട്ടെ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.